എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞാൻ ഇന്ന് മഞ്ഞക്കിളിയായിട്ട് വന്നിരിക്കുന്നത് മഞ്ഞ കളറിലുള്ള ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കാളൻ. അപ്പോൾ ദേ കാളന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ്. അപ്പോൾ അതിന് മുന്നേ ആരെങ്കിലും എന്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വായോ. ഞാനിവിടെ കായ വെച്ചിട്ടാണ് കാളൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കായ രണ്ടായിട്ട് മുറിച്ച് പിന്നെ ചെരിച്ച് ചെറിയ സ്ലൈസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി അത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി 1.5 കപ്പ് തേങ്ങ ചിരകിയത്, പച്ചമുളക്, ചെറിയ ഉള്ളി, കടുക്, ജീരകം, 1 വെളുത്തുള്ളി, ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. കായ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇതിൽ ഒരു തള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇതതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കറാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് നോക്കുക. ഇനി ഇതിലേക്ക് വേണ്ട തൈര് നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കണം. തേങ്ങ അരച്ച അതേ മിക്സി ജാറിലോട്ട് 5 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. നമ്മുടെ കായയും തേങ്ങയുടെ അരപ്പും കൂടെ ഒരു തള വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൾസ് ചെയ്തെടുത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നീട് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യേണ്ട. ഇനി അത് താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ച് അത് ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഉലുവയും പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് താളിച്ച് നമ്മുടെ കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റേജിൽ കാളൻ കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും അതൊന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഈ കാളൻ ഉണ്ടാക്കി നമുക്ക് 2-3 ദിവസമൊക്കെ പുറത്ത് തന്നെ വെച്ചേക്കാം, ചീത്തയാവില്ല. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ കാളൻ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ, ടേക്ക് കെയർ.